അടിപൊളി ഗിഫ്റ്റാണ് ഓഫർ ചെയ്യുന്നത്. ഹലോ, എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 10 ഡേ ചലഞ്ചിൽ ഫസ്റ്റ് ഡേ ആണ്. ഈ ഫസ്റ്റ് ഡേ നമ്മൾ തുടങ്ങുമ്പോൾ ഇനി മുതൽ നമ്മൾ കാരിക്കേച്ചർ എങ്ങനെ വരയ്ക്കാന്നുള്ള പഠിക്കാൻ പോവാണ്. അങ്ങനെ പഠിച്ച് 10ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഒരു കാരിക്കേച്ചർ കോൺടെസ്റ്റ് നടത്തും. അതിൽ ടോപ്പ് ആയിട്ടുള്ള 3 ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടുള്ള 2 ഗുണങ്ങൾ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതാണ് ഇന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് നല്ല ആർട്ടിസ്റ്റ് ആവാൻ 2 കാര്യങ്ങൾ വേണമെന്നാണ്. നമ്മളെടുത്ത് 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് നമ്മൾ പറയുന്നത് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇല്ലാത്തതാണ്. അതെങ്ങനെ, നമ്മൾ ഇന്നലെ വരെ എന്താ ചെയ്തത്, വീട്ടിലിരുന്ന വരച്ചത്. പുറത്ത് പോയിട്ട് നമ്മൾ വരയ്ക്കേണ്ടി വന്നാൽ നമുക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ, നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എങ്ങനെ അത് ഉണ്ടാക്കാന്നുള്ളതാണ്. ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അത് നഷ്ടപ്പെടുന്ന കാര്യം എന്താന്നുള്ളത് നമ്മൾ നോക്കണം. അത് നോക്കാം. നമ്മളെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ, അത് നമ്മളെ ഉള്ളിലുള്ള അപകർഷതാബോധമാണ്. അതെങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും ഉള്ളിലുള്ള, അല്ലെങ്കിൽ എനിക്ക് ഇന്നെ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ തടിച്ചിട്ടാണുള്ള സീനൊക്കെ എല്ലാവരും ഉള്ളിലുള്ളതാണ്, എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷെ അതിനെ മറികടക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കുക അത് ഓക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും അതിൽ പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരാളെ കളിയാക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, നമ്മൾ ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഒരാൾ കളിയാക്കുമ്പോൾ, തിരിച്ച് കളിയാക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റണം, അത് ആസ്വദിക്കാൻ പറ്റണം. അപ്പോഴാണ് അത് ഓക്കെ ആവുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമുക്കൊരു കഥ കേൾക്കാട്ടോ. ഒരു ചെറിയ കഥ കേട്ടോ നോക്കാൻ പോണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ചിലപ്പം. ലിസി എന്നാണ് പറഞ്ഞാൽ അറിയും. ഫോട്ടോ ഞാൻ കാണിക്കാം. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ ദ മോസ്റ്റ് അഗ്ലിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്ന തലക്കെട്ടിലുള്ള 40 ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 17 വയസ്സുള്ളപ്പോഴാട്ടോ. വളരെ ആകാംക്ഷയോടെയാണ് ഞാനത് തുറന്നത്. പക്ഷെ വീഡിയോ തുറന്നപ്പോൾ കണ്ടത് ഞാൻ അറിയാതെ ആരോ ഒരാൾ എടുത്ത എൻ്റെ തന്നെ ചിത്രങ്ങളായിരുന്നു. അങ്ങനെ അതെന്നെ വല്ലാതെ തളർത്തി, കടുത്ത വിഷാദ രോഗത്തിന് അടിമയാക്കി. ശരീരത്തിൽ കൊഴുപ്പ് തങ്ങി നിൽക്കാതെയുള്ള അപൂർവ രോഗവുമായി ജനിച്ചതുകൊണ്ട് കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരുടെ കളിയാക്കലും കൂടി ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഈ മുഖം ഇനി ലോകത്തിന് മുന്നിൽ കാണിക്കില്ല എന്ന്. പക്ഷെ തളരാതെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിൽ ആരോ പറയും പോലെ തോന്നി. അങ്ങനെ എന്നെ തന്നെ കളിയാക്കിയ യൂട്യൂബിൽ കൂടി തന്നെ അതിനൊരു തുടക്കം കുറിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെതായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാനാണ് നിങ്ങൾ കണ്ട വീഡിയോയിലുള്ള ലോകത്തിലെ ഏറ്റവും വിരൂപിയായ പെൺകുട്ടി എന്ന് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ തന്നെ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് പ്രശ്നമില്ല. കളിയാക്കിയവരെ ഒക്കെയും സ്വന്തം ആരാധകരാക്കി മാറ്റാൻ കഴിഞ്ഞ നിമിഷം. എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ വീഡിയോ യൂട്യൂബിൽ പ്രചരിപ്പിച്ച വ്യക്തിയെ കാണാൻ ഇടയായാൽ ഞാൻ അദ്ദേഹത്തെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, നന്ദി സുഹൃത്തെ, നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ഇന്നീ കാണുന്ന ലിസി ആകുമായിരുന്നില്ല. അപ്പോൾ ലിസി ഇന്ന് ആരൊക്കെയെന്നറിയോ? അമേരിക്കൻ മോട്ടിവേറ്ററാണ്, ആക്ടിവിസ്റ്റ്, ഓതർ, യൂട്യൂബറൊക്കെയാണ്. രണ്ടാമത് നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുക എന്നുള്ളതാണ്. ചിരിക്കാൻ പഠിക്കുക. എന്നാൽ മാത്രമേ നമ്മളെ മുന്നിലിരിക്കുന്ന ആൾ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. മലയാളത്തിൽ കാരിക്കേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഹാസ്യ ചിത്രം. ഒരാളെ കളിയാക്കി വരയ്ക്കുക, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാം. അങ്ങനെയുള്ള വരാന്ന് പറഞ്ഞാൽ നമ്മൾ കളിയായിട്ട് മാത്രം അതിനെ കാണാൻ പഠിക്കുക, സീരിയസ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ആർട്ടിസ്റ്റായി, മാനസികമായിട്ട് അതിന് തയ്യാറായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചലഞ്ചിൽ പങ്കെടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് രൂപത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.